നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് HDFC ബാങ്കിലാണോ? അങ്ങനെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇതൊരു സാധാരണ ബാങ്കല്ല, ഇത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കാണ്, ഒരു സാമ്പത്തിക സാമ്രാജ്യം. പക്ഷെ അതിന്റെ ശക്തി എവിടെ നിന്നാണ് വന്നത്? അവർ നമ്മിൽ നിന്ന് എന്തെങ്കിലും മറച്ചുവെച്ചിട്ടുണ്ടോ? ഇത് സുരക്ഷിതമാണോ? ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം വെളിപ്പെടുത്താം. 1977-ൽ ഇന്ത്യയിൽ വീടുകൾ നിർമ്മിക്കാൻ വായ്പ ലഭിക്കുന്നത് വളരെ കഠിനമായ കാലഘട്ടമായിരുന്നു. ആ കാലത്താണ് ഭവന നിർമ്മാണ വായ്പകൾ വളരെ ലളിതമായി നൽകുന്ന ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, അതായത് HDFC Ltd, നിലവിൽ വരുന്നത്. പുതിയ കാഴ്ചപ്പാടോടെയായിരുന്നു അവരുടെ തുടക്കം. വീട് വേണമെങ്കിൽ വായ്പ ഞങ്ങൾ കൊടുക്കാം, അതായിരുന്നു അവരുടെ വാഗ്ദാനം. അതിനുശേഷം 1994-ൽ അതേ കമ്പനി ബാങ്കായി മാറി. HDFC ബാങ്ക് എന്ന പുതിയ പേരിൽ, പുതിയ ദൗത്യത്തോടെ. ഇതുപോലൊരു സ്വകാര്യ ബാങ്ക് ആരംഭിക്കുന്നത് ആ കാലത്തൊരു വലിയ കാര്യമായിരുന്നു. നൂതന രീതികളിലേക്കുള്ള കാൽവെപ്പ്. അന്നുണ്ടായിരുന്ന മറ്റു ബാങ്കുകൾ അതേ പഴയ രീതികളിൽ തുടരുമ്പോൾ HDFC ബാങ്ക് പുത്തൻ സാങ്കേതികവിദ്യ പൂർണ്ണമായി ഉപയോഗിച്ചു. നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ആപ്പ്, ഫോൺ ബാങ്കിംഗ്, SMS സർവീസ്, ഇത്തരം നൂതന സാങ്കേതിക രീതികൾ ബാങ്കിങ്ങിൽ അവർ 2000 കാലഘട്ടത്തിൽ തന്നെ കൊണ്ടുവന്നു. പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് മുന്നേ HDFC ബാങ്ക് ഡിജിറ്റൽ സംവിധാനത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തെത്തി. പിന്നീടാണ് എല്ലാവരും അതിലേക്ക് തിരിഞ്ഞത്. പേറോൾ അക്കൗണ്ടുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, ലോണുകൾ, നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലയിലും HDFC ബാങ്ക് ഇടം പിടിച്ചു. 2023-ൽ HDFC ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ലയനം നടത്തി. HDFC Ltd പ്ലസ് HDFC ബാങ്ക് സമം ഒറ്റ കമ്പനിയായി മാറി. ഇത് ബാങ്കിംഗ് ചരിത്രത്തിലെ ടേണിംഗ് പോയിന്റായിരുന്നു. 12 ലക്ഷം കോടി മാർക്കറ്റ് വാല്യൂ, 1.2 ലക്ഷം ജീവനക്കാർ, 85,000-ലധികം ATMകൾ, 10 കോടിയിലേറെ ഉപഭോക്താക്കൾ. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കുകളിലിടയിൽ HDFC ബാങ്കും ഇടം പിടിച്ചു. രാജ്യത്തെ തന്നെ വലിയ ബാങ്കിൽ ഇടം പിടിച്ചപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട ചെറിയ വിഷയം പോലും രാജ്യത്തെ സമ്പദ്ഘടനയെ തന്നെ ബാധിക്കത്തക്കവണ്ണം പ്രാധാന്യമുള്ളതായി മാറി. ചില സത്യങ്ങൾ. പൊതുമേഖലാ ബാങ്കുകളെ താരതമ്യം ചെയ്യുമ്പോൾ ബാങ്കിന്റെ സേവനങ്ങൾക്ക് ധാരാളമായി സർവീസ് ചാർജുകൾ ഈടാക്കാറുണ്ട്. പലരും ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കാതെ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കസ്റ്റമർ കംപ്ലയിന്റ്സ്. സോഷ്യൽ മീഡിയയിൽ തന്നെ പല കമന്റുകളും കാണാം. സർവീസ് ഡിലേ, ലോൺ പ്രോസസ്സിംഗ് ഇഷ്യൂസ്, റാൻഡം ഡിഡക്ഷൻസ് തുടങ്ങിയ പരാതികൾ പറഞ്ഞ്. എങ്കിലും പലരും ഈ ബാങ്കിനെ വിട്ടുപോകാറില്ല എന്നതാണ് സത്യം. നിങ്ങൾക്കിത് വേണ്ടതാണോ? ഇപ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്. HDFC ബാങ്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായതാണോ? നമുക്ക് നോക്കാം. നൂതനമായ ടെക്നോളജികൾ ഇഷ്ടപ്പെടുന്നവരും ഉപയോഗിക്കാൻ താൽപ്പര്യമുള്ള വ്യക്തിയുമാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വളരെ ഉത്തമം. ശമ്പളക്കാരൻ, ബിസിനസ്സുകാർ, അത്തരക്കാർക്ക് വളരെ നല്ല സേവനമാണ് ഈ ബാങ്ക് നൽകുന്നത്. മിനിമം ബാലൻസ് സൂക്ഷിക്കാൻ കഴിയാത്ത വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾ പിഴയടച്ച് മുടിയും. സിമ്പിളായുള്ള ബാങ്കിംഗ് വേണമെങ്കിൽ SBI, കനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ആയിരിക്കും നല്ല ഓപ്ഷനുകൾ. എന്തൊക്കെയായാലും ഒടുവിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസൃതമായി ബാങ്ക് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒരു ഭവന വായ്പാ കമ്പനിയായി ആരംഭിച്ച HDFC ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായി വളർന്നു. ഇത് ബാങ്കിംഗ് ഭൂപടം തന്നെ മാറ്റിമറിച്ച കഥയാണ്. പക്ഷെ അതിന്റെ പകിട്ടിൽ വീണുപോകുന്നതിനു മുൻപ് ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു മനസ്സിലാക്കണം. ബാക്കി ഓപ്ഷനുകൾ പരിശോധിക്കണം. ഇതുപോലുള്ള ബാങ്കുകളുടെ രഹസ്യങ്ങൾ, ഫാക്റ്റുകൾ, വീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, നിങ്ങളുടെ HDFC അനുഭവം പറയൂ. മറ്റൊരു വീഡിയോയായി വീണ്ടും വരാം. നന്ദി.